ആഷിഖ് ഉസ്മാൻ എന്ന നിർമ്മാതാവ് ഗംഭീരമായൊരു സിനിമ അനൗൺസ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. L365 എന്ന മോഹൻലാൽ ചിത്രം. അദ്ദേഹത്തിന്റെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഗംഭീരമായി എന്ന് തന്നെയാണ് പ്രേക്ഷകർ ഒരേപോലെ പറയുന്നത്. കൂടാതെ കളിയെറിഞ്ഞാണ് അദ്ദേഹം ഈ ഒരു സിനിമയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുകൂടി അവർ എടുത്തു പറയുന്നു. കാരണം ആഷിഖ് ഉസ്മാൻ എന്ന നിർമ്മാതാവ് ചെയ്യാനിരുന്ന ഒരു സിനിമ മാറ്റിവെച്ചിട്ടാണ് തരുൺമൂർത്തി എന്ന സംവിധായകൻ തുടരുമെന്ന സിനിമ ഏറ്റെടുത്തത് എന്ന കഥ നമ്മൾ കേട്ടിരുന്നു. അത് തരുൺമൂർത്തി തന്നെ പല ആവർത്തി പറഞ്ഞതുമാണ്. ടോർപിഡോ എന്ന ചിത്രമായിരുന്നു മാറ്റിവെച്ചത്. എന്നാൽ ടോർപിഡോ എന്ന ചിത്രത്തിന് ഇപ്പോൾ കിട്ടിയത് ഡബിൾ ബൂസ്റ്റ് ആണ്. കാരണം തരുൺമൂർത്തി എന്ന സംവിധായകൻ ഇപ്പോൾ ഇന്ത്യ എറിയുന്ന സംവിധായകനായി മാറിക്കഴിഞ്ഞു. അത്രയ്ക്ക് വലിയ രീതിയിലാണ് അദ്ദേഹത്തിന്റെ തലവര തന്നെ മാറിയത്. തുടരുമെന്ന മോഹൻലാൽ ചിത്രം ഹിറ്റായതിന് പിന്നാലെ. അപ്പോൾ മോഹൻലാലിന്റെ ചിത്രം ഏറ്റെടുത്ത് വലിയ വിജയമാക്കിയാൽ പിന്നീട് ആ സംവിധായകനും നിർമ്മാതാവിനും ഒക്കെ കിട്ടാൻ പോകുന്ന ഒരു മാറ്റം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് അവർ ചെയ്യാൻ പോകുന്ന സിനിമകളിലേക്ക് വലിയ എത്തിനോട്ടങ്ങൾ പ്രേക്ഷകരിൽ നിന്നും ഉണ്ടാകും. കാരണം അവരൊരു ഗംഭീര സംവിധായകനും നോട്ടബിൾ പേഴ്സണുമായി മാറി. ഇനി ഒരു പ്രത്യേക ഫാൻ ബേസ് സംവിധായകന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. ഒരു സൂപ്പർ സംവിധായകനിലേക്ക് മാറിയ കാര്യങ്ങളാണ് നമ്മൾ പിന്നീട് അറിയുന്നത്. അങ്ങനെ മോഹൻലാലിലൂടെ മാറ്റങ്ങൾ സംഭവിച്ച നിരവധി പേരുണ്ട്. ഇപ്പോൾ ആഷിഖ് ഉസ്മാനും ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് മോഹൻലാലിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാണ് ഇപ്പോൾ പ്രേക്ഷകരും. ആഷിഖ് ഉസ്മാൻ, അഭിനവ് സുന്ദർ, നസ്ലൻ കൂട്ടുകെട്ടിൽ വരാൻ പോകുന്ന മോളിവുഡ് ടൈംസ് അനൗൺസ്മെന്റ് സമയത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. ഉടൻ ഷൂട്ട് തുടങ്ങും എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. അങ്ങനെ ആഷിഖ് ഉസ്മാന്റെ അനൗൺസ് ചെയ്ത നിരവധി സിനിമകൾ വരാൻ പോവുകയാണ്. അതിലേക്കാണ് L365 എന്ന ചിത്രവും ഇപ്പോൾ വന്നിരിക്കുന്നത്. തുടരും വന്നതുമൂലം മാറ്റിവെക്കപ്പെട്ട സിനിമയാണ് ടോർപിഡോ. ഓൾറെഡി പറഞ്ഞു വെച്ചിരുന്ന ടോർപിഡോ ഡിലേ വന്നാൽ ആഷിഖ് എന്ത് ചെയ്യുമെന്ന് തരുൺമൂർത്തിക്ക് ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ തരുണിന് പൂർണ്ണ പിന്തുണയാണ് ആഷിഖ് നൽകിയത്. മോഹൻലാലിനെ വെച്ച് നീ ഒരു ഹിറ്റ് അടിച്ചാൽ അതിന്റെ ഗുണം നമുക്കല്ലേ, നീ അത് ചെയ്തിട്ട് വാ. ആ വാക്കുകൾ വെറുതെ ആയില്ല. തുടരും നേടിയ വിജയം ശരിക്കും ടോർപിഡോയ്ക്ക് നല്ല അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട്. മുഹസിൻ പരാരി സംവിധാനം ചെയ്യുന്ന തന്ത വൈബ് മറ്റൊരു ശ്രദ്ധേയ പ്രോജക്റ്റാണ്. ഓണം റിലീസായി പ്ലാൻ ചെയ്യുന്ന ഓടും കുതിര ചാടും കുതിര അൽതാഫ് സലീം ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് മികച്ച ഒരു ഔട്ട്പുട്ടാണ് പ്രതീക്ഷ. അതും ആഷിഖ് ഉസ്മാന്റെ പ്രൊഡക്ഷനിലാണ്. ഇതിന്റെ ഇടയിലാണ് സാക്ഷാൽ മോഹൻലാൽ ഡേറ്റ് നൽകിയത്. 1.5 വർഷം പണിപ്പുരയിൽ ആയിരുന്ന സ്ക്രിപ്റ്റ് മോഹൻലാൽ വന്നാൽ നന്നാകും എന്ന ആഗ്രഹത്തിൽ കഥ കേൾപ്പിക്കുകയും 4 മണിക്കൂർ നീണ്ട നരേഷൻ കഴിഞ്ഞ് അപ്രൂവ് ആക്കുകയുമാണ് ഉണ്ടായത്. മികച്ച ഒരുപിടി പ്രോജക്റ്റുകളാണ് കയ്യിലുള്ളത്. L365 റേറ്റ് ചെയ്തിരിക്കുന്ന രതീഷ് രവിയെ പറ്റി ചില സംശയങ്ങൾ പലരും പറഞ്ഞു കണ്ടു. അത്തരം ജഡ്ജ്മെന്റുകൾ ഇപ്പോഴേ പറയുന്നത് അനുചിതമാണ് എന്ന് കരുതുന്നു. മാത്രമല്ല സിനിമയുടെ പ്ലോട്ട് നല്ലതുമാണ്. പറഞ്ഞു വരുന്നത് നിലവിൽ ഏറ്റവും മികച്ച പ്രോജക്റ്റുകൾ പൈപ്പ് ലൈനിൽ ഉള്ളത് ആഷിഖ് ഉസ്മാൻ എന്ന പ്രൊഡ്യൂസറിനാണ്. എല്ലാം മികച്ചതായി വന്നാൽ നിലവിലുള്ള ബ്രാൻഡ് വാല്യൂ 10 മടങ്ങ് വർദ്ധിക്കും. L365 എന്ന സിനിമ തുടരും പോലൊരു ഗംഭീര സംഭവമായി മാറുകയാണെങ്കിൽ പിന്നെ ഈ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ ഹൗസും മലയാള സിനിമയിൽ വലിയ പ്രോജക്റ്റുകളുടെ പിന്നാലെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴേ അവർക്ക് ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. അത് ഡബിൾ ആകുമെന്നതിൽ യാതൊരു സംശയമില്ല. ഒരു മോഹൻലാൽ പ്രോജക്റ്റിലേക്ക് എത്തുന്നത് വളരെ പ്ലാൻഡ് ആയിട്ട് ആണെന്ന് ഈ ചില കാര്യങ്ങളിലൂടെ തന്നെ വ്യക്തമാകുന്നുണ്ട്. യാദൃശികമായി സംഭവിച്ചതെങ്കിൽ അത് ഭാഗ്യം എന്നേ പറയാൻ കഴിയും. എന്നിരുന്നാലും ഇനി വരാൻ പോകുന്ന ചിത്രങ്ങൾക്കും പ്രൊഡക്ഷനിലുള്ള ചിത്രങ്ങൾക്കും ഒക്കെ മോഹൻലാൽ ചിത്രം കൂടി എത്തുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരുടെ ഇടയിൽ നടക്കുന്നത്. ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിരവധി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രേക്ഷകർ സിനിമാ ഗ്രൂപ്പുകളിൽ.